എന്തായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? കോയക്ക കേറിയിരിക്കും. കേറിയിരിക്കാനൊന്നും സമയമില്ല കുട്ടിയെ. കോയക്ക ഈ സ്ഥലത്തിന് കുറച്ചുകൂടി എന്തെങ്കിലും കൂട്ടിത്തരുമെന്ന് ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഒരു വില പറഞ്ഞു ഉറപ്പിച്ച് ശരിയാക്കിയ സ്ഥലത്തിന് പിന്നെയും കായ് കൂട്ടി തരേ. ഒന്നാമത്തെ കുട്ടിക്ക് ഇത് മറിച്ച് വിറ്റ് കായ് ലാഭം ഉണ്ടാക്കാനൊന്നല്ല. കോയക്കൊക്കെ അറിയാലോ, മനസ്സുണ്ടായിട്ടല്ല ഇത് വിൽക്കുന്നേ. അല്ല, ഇനിയിപ്പൊ അതൊന്നും ആലോചിക്കാൻ നിക്കണ്ട. നിങ്ങൾ നാളെ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ നോക്കും. അല്ല, നിങ്ങളിപ്പോ ഈ സ്ഥലത്തിന് വല്ല ലോണോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഈ വീട് സ്ഥലമൊക്കെ എന്റെ പേരിലാ. ലോൺ എടുക്കാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. അപ്പൊ ഇതിന്റെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. അതൊരു 3-4 മാസമായല്ലോ മോളെ. എടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യൂ കുട്ടി, ഈ ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതിയിട്ട് ഇതിന്റെ പ്രമാണവും കരടച്ച രസീതൊക്കെ ശരിയാക്കി വെക്ക്. ഞാൻ പോയിട്ട് ഒരു ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാം. നിങ്ങൾ പോയി കല്യാണം വിളിച്ചോന്ന്. ഈ എന്തിനാ മണ്ടോതിരി എങ്ങനെ വിഷമിച്ച് നിൽക്കണത്? ഈ പേര് വിറ്റിട്ട് പനക്ക് ദൂരത്തടിച്ച് നടക്കാനൊന്നല്ലല്ലോ എന്റെ കുട്ട കല്യാണത്തിന്, അല്ലേ? പടച്ചോ എന്റെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ഈമാനുറപ്പിൽ നിക്ക്, ഒക്കെ നടക്കും. അപ്പൊ എന്നാ ശരി. സുഗത, ഇതും കൂടി അങ്ങ് വെച്ചേക്കാം. അതെ, ഇവിടെ വെക്കാൻ സ്ഥലമൊന്നും ഇല്ല. ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറ. അതവിടെ എവിടെയെങ്കിലും വെച്ചാ മതി. ഇതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതിയേ. ഒരാഴ്ച നാളെ ആവശ്യമുള്ളതാണ്. ഒരു മാസം മുമ്പ് കിട്ടിയ അപേക്ഷകളായി ഇരിക്കണേ. ആ അപേക്ഷ ഇവിടെ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടിട്ടാണ് അങ്ങോട്ട് മാറ്റി വെച്ചത്. അല്ല, ഇത് ഇടക്കാല ബാധ്യതാ സർട്ടിഫിക്കറ്റിനുള്ളതാണ്. 6 മാസം മുമ്പിന്റെ ചങ്ങായി എടുത്ത ബാധ്യതാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉണ്ട് അതിന്റെ ഉള്ളിൽ. ഇക്ക വേറെ ഒന്നും കൊണ്ടുമല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഓൺലൈൻ ആക്കുകയാണ്. അപ്പൊ സത്യത്തില് ഇക്കാന്റെ അപേക്ഷ പോലും ഇവിടെ മേടിച്ചു വെക്കാൻ പാടില്ലാത്തതാ. ശരി. അപ്പൊ നിങ്ങൾക്ക് ഇത് മുമ്പ് പറയണ്ടേ? ഇത് മേടിച്ച് ഒപ്പിട്ട് അതിന്റെ മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇക്ക എന്റെ അടുത്ത് നിന്ന് ഈ അതും പറയാതെ ആ അക്ഷയ സെന്ററിൽ പോയി ഓൺലൈൻ നോക്കാൻ നോക്ക്. നിങ്ങൾ എന്തുണ്ടെങ്കിലും ഈ അക്ഷയ സെന്ററിലേക്ക് ഓൺലൈൻ നോക്കാൻ പറ്റുന്ന എന്താണ്? ഇപ്പൊ കേസാറിനെ കണ്ട് നേരിട്ട് പറയേണ്ട കാര്യമല്ലേ ഇപ്പൊ? അതിന് അക്ഷയ സെന്ററിൽ പോയിട്ട് ലൈൻ നിൽക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ആ അപേക്ഷ കാട്ടിയേ. അങ്ങനെ ഒപ്പിട്ട് ഫയലിൽ സ്വീകരിച്ച അപേക്ഷ അങ്ങ് പെട്ടെന്നൊന്നും എടുത്തു തരാനൊന്നും പറ്റിയൊന്നുമില്ല. ഇനി അഥവാ അപേക്ഷ വേണമെങ്കിൽ വേറൊരു അപേക്ഷ എഴുതി തരണം. എന്ത് ഹലാക്ക ഈ പറയണ റബ്ബേ! ഉടമസ്ഥൻ നേരിട്ട് എഴുതി ഒപ്പിട്ട് തന്ന് എന്റെ കായും മുടക്കി ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ച് തന്നിട്ടുള്ള അപേക്ഷ ഇങ്ങോട്ട് തിരിച്ചുതരാം, വേറെ അപേക്ഷ തരും. ഇനി അത് അതിന്റേതായ സമയത്തിൽ നീക്കുപോക്കൊക്കെ നടത്തി അത് കിട്ടേണ്ട സമയമാകുമ്പോ ഇക്കാക്ക് അങ്ങ് കിട്ടും. എന്തിനാ റബ്ബേ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് കേറി? അത് തന്നെ ഞാനും ചോദിക്കുന്നത്, എന്തിനാ വന്നത് രാവിലെ? നാളത്തേക്ക് വേണ്ടിട്ട് ഇന്ന് വന്നത് അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ തരാൻ ഞങ്ങക്ക് പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ആൾക്കാർ നാട്ടുകാർ ഒരു ആവശ്യമായിട്ട് വരുമ്പോ അപ്പൊ അങ്ങോട്ട് ഓൺലൈൻ ആക്കുക, അതായത് ശരി? നിങ്ങൾ ഇത് ശരിയാക്കി കൊടുക്കല്ലേ വേണ്ടത്, അല്ലാണ്ട് ഓൺലൈൻ ആക്കിയിട്ട് ഇത് നിർത്തലാക്കല്ലോ വേണ്ടത്. ദയവ് ചെയ്ത് ഇപ്പൊ പോ. ഈ ജാതി പണിയൊക്കെ കാണിച്ചു കൂട്ടിട്ടേ മനുഷ്യന്മാരെ പ്രാക്ക് കേക്കണ്ട നിങ്ങള്. അത് അത്രേ പറയാനുള്ളൂ. ഇത്തിരി മഴയുള്ള സാറാ തോന്നുന്നു. സാറേ സാറേ ഞാനേ അറിയാണ്ട് ഞാന് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ ഇടക്കാല ബാധ്യതാ സർട്ടിഫിക്കറ്റിന്റെ ഒരു അപേക്ഷ കൊടുത്ത്. വസ്തുവിന്റെ ചങ്ങായിടെയാണ്. അപ്പൊ 6 മാസം മുമ്പ് ഒരു ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്തതിന്റെ കോപ്പിയും അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ആ ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി കാട്ട് സാറേ. സാറേ എന്തപ്പോ എത്ര നേരം ഉവ്വ പറഞ്ഞിട്ട് ഇപ്പൊ ഉവ്വാത്ത്? സാറേ ഒരു ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി കാട്ട് സാറേ. ഒരെണ്ണം താന്ന് പറഞ്ഞാൽ ഇവിടെ വിൽക്കാൻ എടുത്ത് വെച്ചിട്ടില്ല. അല്ല, എന്നാ ഒരു 5-8 എണ്ണം ഇങ്ങോട്ട് തന്നോളെ. അല്ല, അപേക്ഷ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ജാമ്യ സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട. നിങ്ങൾക്ക് വാടക ചീട്ട് വേണോ? സമ്മതപത്രം വേണോ? തിരുത്താധാരം വേണോ? വേണ്ടേ. ഇത് അതിന്റെ സെക്ഷനാ. നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദിച്ചാൽ ഞാൻ എങ്ങനെ വേണമെന്ന് പറഞ്ഞു? നിങ്ങൾ ഒരു ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്ന് ചോദിക്കുന്നോട്. ഒരു ഇടക്കാല സർട്ടിഫിക്കറ്റ് വേണോ? വേണം സാറേ. വേണോ? അത് അതിന്റെ സെക്ഷനിൽ പോയി ചോദിക്കണം. അല്ലാതെ ഇവിടെ എനിക്ക് അനുവദിച്ചിട്ടുള്ള അതേ എനിക്ക് തരാൻ പറ്റൂ. ഞാൻ ഇപ്പൊ ആരോടത് ചോദിക്കണ്ടത്? എന്നോട് ചോദിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? നിങ്ങളുടെ മുഖം കണ്ടപ്പോ തരക്കേടില്ല തോന്നി, അത് കാരണം അങ്ങനെ. അപ്പൊ മോദാക്ഷണം ജ്യോതിഷവും ഒക്കെ അറിയാം അല്ലേ? എടോ തന്നോടല്ലേ പറഞ്ഞത് ആദ്യം പോക്ക് വരവ് ചെയ്തിട്ട് വാ, എന്നിട്ട് ഞാൻ എല്ലാം ശരിയാക്കി തരാം. പോക്ക് വരവ്. പോക്കും വരവ് തന്നെ ഇവിടെ നടക്കണില്ല, കാര്യങ്ങളൊന്നും നടക്കണില്ല. താൻ എന്തായാലും പറഞ്ഞോ? ഉവ്വ
സാറേ ആ ഒരു ബാധ്യതയുടെ കാര്യം സംസാരിക്കാൻ വന്നതാണ്. ആ ഇരിക്കൂ. അല്ലാ, ബാധ്യതയുടെ കാര്യേ. എന്ത് ബാധ്യത? ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ആദ്യം കാണുമല്ലേ? അല്ല, അതല്ല, ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ്. ആ ആ. ശരി, അപേക്ഷ തരൂ. ഏ, അപേക്ഷ അങ്ങോട്ട് തരൂ. അല്ല, അത് അവിടെ കൊടുത്ത്. എവിടെ കൊടുത്തു? അപ്പുറത്ത് ഇരിക്കണില്ല അവര്, മറ്റേ മാഡം, ആ മാഡത്തിന്റെ കയ്യിൽ കൊടുത്ത്. പിന്നെ അപേക്ഷ കടലിൽ കൊണ്ടുപോയി തള്ളിയിട്ട് പിന്നെ കരയിൽ വന്നിട്ട് അപേക്ഷ തരുന്നാല്? അല്ല, എല്ലാ പേപ്പറും കൂടിയിട്ട് അവിടെ കൊടുത്ത് അത് അവര് എന്താ സൂന്നൊക്കെ എഴുതിയിട്ട് ആ അൽമാരയിൽ എടുത്ത് വെക്കുകയും ചെയ്ത്. തിരിച്ചു ചോദിച്ചിട്ട് തരഞ്ഞില്ല. അതെങ്ങനെ അപേക്ഷ നിങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോ തരിക? നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. അതിന് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ പറ്റുമോ? എടുത്തു തരാൻ പറ്റില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അത് പ്രകാരമേ കാര്യങ്ങളൊക്കെ നടക്കൂ. അത് നീക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ ഈ കസേരയിൽ നീങ്ങാതിരിക്കുന്നത്. എന്താ ഇത്? സാർ ഒരു ഒപ്പ്. എന്തൊപ്പ്? ആ എന്തെങ്കിലും ഒപ്പ ഇനിയുണ്ടോ? ആ അല്ല സാറേ, ഇതിപ്പോ ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് ഇക്കിപ്പോ ഈ പ്രമാണം ശരിയാക്കാൻ പറ്റുള്ളേ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ അപ്പൊ ഒരു അപേക്ഷ കൂടെ തയ്യാറാക്കണം. ആ, എന്നിട്ട് എന്തൊക്കെ പേപ്പറുകൾ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം കോപ്പി വേണം. എന്നിട്ട് എല്ലാം കൂടെ തുന്നി കെട്ടിയിട്ട് അവിടെ അക്ഷയയിൽ കൊണ്ടേ കൊടുക്കണം. ഓൺലൈൻ വഴി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ അതിനെ കിട്ടുവോ? ആ കിട്ടേണ്ടതാണ്, കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ, ഇനി കിട്ടിയേക്കും. പക്ഷെ ഇന്ന് കിട്ടാൻ ഒരു സാധ്യതയില്ല. അത് സാറേ, മനസ്സിലാവണ ഭാഷയിലൊന്ന് പറയാന്ന് വെച്ചാല്, ഇയാളോട് ഞാൻ ശ്രേഷ്ഠ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്, അല്ലേ? എന്നാൽ ഇനി ഭാഷ മാറ്റി പറയാം. ദി പ്രിന്റർ ഹാസ് നോട്ട് ബീൻ വർക്കിംഗ് ഫോർ എ ലോങ് ടൈം. അത് ശരി. ഇവിടുത്തെ പ്രിന്റർ കേടാണ്. ആ, അല്ല, അപ്പൊ അത് എന്നാ ശരിയാവുക? ഇവിടെ കമ്പ്യൂട്ടറും പ്രിന്ററും എല്ലാം കൊണ്ടുവച്ചിട്ടുള്ള ചെന്നൈയിലെ ഒരു കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡാണ്. ഇതില് അവരുടെ നമ്പറുണ്ട്, പോയി വിളിച്ചു ചോദിക്കും. അല്ല, അപ്പൊ എന്റെ ഈ വസ്തു എഴുത്ത്. എടോ, ഇതൊക്കെ ഒന്ന് ശരിയാവട്ടെ. താ പോയിട്ട് വാ. ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് തോന്നിയ. അപ്പൊ അത് എപ്പോഴാ ശരിയാവണെന്ന് വെച്ചാ അന്ന് ശരിയാവൂല്ലേ? എന്താ റബ്ബേ, ആളുകളെ നോക്കി വിടാതെ. കാലായിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ എങ്ങനെ വരികയെന്നറിയില്ലേ? കയ്യും വീശി വന്ന കാര്യം നടക്കുവോ? അല്ല, എന്താ ഞാൻ കൈയും വീശിട്ടാ വന്ന് എന്റെ ഉണ്ടായിരുന്ന പേപ്പറൊക്കെ അവിടെ അലമാരയിൽ എഴുതി ഒപ്പിട്ട് എഴുതി വെച്ചത് ഞാൻ കൊണ്ടുവന്ന പേപ്പർ തന്നെയല്ല. ഓക്കെ, ആ പേപ്പർ അല്ല, മെയിൻ ആയിട്ടുള്ള പേപ്പർ കൊടുക്കണം. ഒരു 500 കിട്ടുതാ. ഈ പേപ്പർ റെഡിയാവും. എന്നിട്ട് പരിചയമുള്ള ആരായിക്കൊണ്ട് ആധാരം എഴുതിക്ക് കാശ് തന്നിട്ട് വിടാൻ നോക്ക്. അത് ശരി. വാ. വസ്തുവിൽ സ്ഥാപിച്ചിട്ടുള്ള കേട്ടോ, നേരത്തെ എന്റെ ബാക്കിയാണ്. വസ്തുവിൽ സ്ഥാപിച്ചിട്ടുള്ള സർവാവകാശ ബാധ്യതകളും കൈവശവും ഒഴിഞ്ഞു വില തന്നിരിക്കുന്നതിനാൽ പട്ടിക വസ്തു ഇന്നു മുതൽ കൈവശം വെച്ച് അനുഭവിച്ചും പേരിൽ കൂട്ടി കരം തീർത്തും പേര് മാറ്റി പട്ടയം പിടിച്ചും സർവ്വസ്വാതന്ത്ര്യമായി എടുത്തും നടന്നുകൊള്ളുന്നതിന് പൂർണ്ണമായി സമ്മതിച്ചിരിക്കുന്നു. പട്ടിക വസ്തുവിൽ യാതൊരുവിധ കടബാധ്യതയും ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നു. പിന്നെ രജിസ്ട്രാറുടെ പടി അറിയാലോ? പടിയോ? ടോക്കൺ. അയ്യോ, ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് ഇവിടെ ഇതായിരുന്നല്ല ക്യൂ, ഇപ്പൊ ടോക്കൺ ആക്കിയ. അതല്ല, പൊരുത്തം, കൈപ്പൊരുത്തം, ദുട്ട് ദുട്ട്. അയ്യോ, ഞാനല്ലേ സ്ഥലം വിൽക്കുന്നേ, കോയക്കല്ലേ വാങ്ങുന്നേ. നിങ്ങളല്ലേ സ്ഥലം വിൽക്കുന്നത്, നിങ്ങൾക്കല്ലേ കാശ് കിട്ടുന്നത്. അതെ. ആ, ഈ കായ് കൊടുക്കണോ? ഞാൻ തരണ്ട. രണ്ടുപേരും കൊടുക്കണം. രണ്ടുപേരും ഒരൊറ്റ പൊതിയാക്കിയിട്ട് കൊടുത്താൽ മതി. രണ്ടും കൂടെ അഴിച്ചു നോക്കിയിട്ട് അങ്ങേർക്ക് സമയം കളയണ്ടല്ല. പിന്നെ ആദ്യത്തെ കസേര അവിടെ 250 കൊടുക്കണം. അത് 2 ഇട്ടാലും മതി. അവിടെ കാണിക്ക വഞ്ചി വെച്ചിട്ടുണ്ടോ? നേർച്ചയാണെന്ന് കൂട്ടിയാൽ മതി. പിന്നെ രണ്ടാമത്തെ കസേര അവിടെ 300 കൊടുക്കണം. അപ്പം ഒരുപാട് കസേരകളുണ്ടോ? വൈകിട്ട് ഓഫീസൊക്കെ അടച്ചിട്ട് അവർക്ക് വീതം വെക്കേണ്ടതാണ്. അത് അവര് ചെയ്തോളും. പിന്നെ സത്യശീലൻ സാറിന് കൂടുതൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല അല്ലേ? ഇത് ഞാൻ ശരിയാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഗുണമുണ്ടല്ലേ? ഇല്ലേ? ഓക്കെ, അത് മതി. ശരി ശരി കേട്ടോ. എന്നാ ശരി, നടക്കും. ഇതാണോ ഒന്നാമത്തെ കസേര? എന്തേ മാറ്റണോ? അല്ല, ഒരു സംശയം ചോദിച്ചതാ. ഇരിക്കും ആളായി. അതൊക്കെ ഇനി പിന്നെ ചോദിക്കാം. വസ്തു ആരാ മേടിക്കണേ?
ഞാനാണ് മേടിക്കണത്. ഇന്ന് എഴുത്ത് നടക്കത്തില്ല. അല്ലെ എഴുതിയതാ, ലോലിത മണ്ടറെ കൊണ്ട് എഴുതിച്ചു. അപ്പൊ ഇതും കൊണ്ട് വീട്ടിൽ പോക്കോ, രജിസ്ട്രാർ നോക്കി വായിച്ച ഒപ്പൊക്കെ ഇടണം ഇനി. ഒപ്പിട്ടോട്ടെ, അതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഞങ്ങൾ രണ്ടു കൂട്ടരും സമ്മതാന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ല, ഇന്ന് സത്യശീലൻ സാറിന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. റിയൽ എസ്റ്റേറ്റുകാരുടെ പ്രമാണങ്ങൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ 3-4 ആഴ്ച എടുക്കും. അടുത്ത മാസം പോരായോ? പോരായൂല, അപ്പൊ തന്നെ കിട്ടണം. അയ്യോ, എന്റെ മോളുടെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാനുള്ള പൈസയാ. എന്നാ പിന്നെ കല്യാണം ആലോചിച്ചപ്പോ തന്നെ വിൽക്കാൻ നോക്കായിരുന്നില്ലേ? പുറമ്പോക്ക് ഭൂമി എന്തെങ്കിലും പതിച്ചു കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. വടവ് വാശി ഉണ്ടോക്കാ? വാശിയൊക്കെ ഒരാളോട് ഈ പ്രായത്തിനിടക്ക് ഒരു വാശിയും വൈരാഗ്യമൊന്നും എനിക്ക് തോന്നിട്ടില്ല കുട്ടി. അതല്ല ഞാൻ ചോദിച്ചത്. അളന്നപ്പോ ഈ 2.5 സെന്റ് ഉള്ളോ അതോ അതി കുറവാണോ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. പ്രമാണത്തില് 3 സെന്റ് ആയിരുന്നു, പക്ഷെ അളന്നപ്പോ 2.5 സെന്റേ ഉള്ളൂ. ആ വടക്കേപ്പുറത്ത് വീട്ടുകാര് തോണ്ടി എടുത്തതാ. എന്തുകൊണ്ട്? അല്ലേക്ക് അവരിങ്ങനെ വേല് കെട്ടി 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 1/2 സെന്റ് പോയതാ. ഇതിപ്പോ ഇന്ന് തന്നെ എഴുതണോ? പിന്നെന്നെ എഴുതണം. ഒരു കുട്ടൻ നിക്കാന്റെ കാര്യല്ലേ മാഡം? എഴുതണമെങ്കിൽ എഴുതാം, പക്ഷെ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. എന്റെ പേനല്ലേ? പേനയൊക്കെ ഉണ്ട്, പക്ഷെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എഴുതിക്കും നിങ്ങളെ കൊണ്ട്. എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. അതെ, ഞാൻ ഒപ്പിടാം. ഒരു നാണോമാനല്ല. സ്ഥലം തോണ്ടിയിരിക്കണവർക്കേ. അപ്പൊ എന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 300ന്റെ കസേര അവിടെ അവിടെ. മക്കളെ ശരി കേട്ടോ. ശരി ശരി. സന്തോഷം. കുട്ട കല്യാണത്തിന് വേണ്ടിയുള്ള നടപ്പേ. ഇവിടെ സാറേ ആ സാറേ വസ്തു എഴുതി പ്രമാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. ഇവളുടെ കുട്ടിയുടെ കല്യാണാവശ്യത്തിന് വേണ്ടിയിട്ടാണേ. അപ്പൊ ഇതൊന്ന് ശരിയാക്കി തരണം. ഇതിന്റെ ഇതൊന്ന് സാറേ എന്തു അതൊന്ന് ശരിയാക്കി കാട്ടു. ഇത് കണ്ട, ഈ പ്രമാണങ്ങളെല്ലാം ഇന്ന് സത്യശീലൻ സാറിന്റെ മേശപ്പുറത്ത് എത്തേണ്ടതാണ്. അതിന് സാറ് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ തന്നെ കൊണ്ടുവച്ചാലും. നിങ്ങളുടെ ആളെ നിനക്കെടുത്ത് ഇറങ്ങിയതാ? ഒരു സഹായത്തിന്. എന്ത് സഹായം? എന്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല വെച്ചാല് എന്തോ ഇതാണ് സാറേ. ഇതൊന്ന് പ്രമാണം ഒന്ന് നോക്കി. ഇത്രയും പ്രമാണം ഇരിക്കുക. ഇതെന്താ ഇത്? എന്തേ? എന്താണ്? ഇതെന്താ മുട്ടുസൂചിയോ? ഇതെങ്ങാനും സത്യശീലൻ സാറ് കണ്ട തിന്നുകളയും. മുട്ടുസൂചിയോ? കുന്തം. കുന്തം തിന്നണ ഒരാൾക്ക് മുട്ടുസൂചി ഒരു പ്രശ്നമാണോ സാറേ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഈ സാധനത്തിൽ ഇങ്ങനെ ഓട്ട ഇട്ടിട്ട് ഇത് സത്യശീലൻ സാറിന്റെ മുന്നിൽ കൊണ്ടുപോയാൽ എന്നെ ചീത്ത വിളിക്കും. എന്താ ചെയ്യുന്നത്? ഓട്ട ഇട്ട് വെച്ചേക്കുന്നു. കാശ് കൊടുക്ക, അപ്പൊ ഈ ഓട്ടയ്ക്ക് അടഞ്ഞോളൂ. സാറെന്നാ ഞങ്ങളെ ഓട്ടങ്ങൾ അടച്ചാലോ? അടയ്ക്കണം. എന്നാ അത് ഇതുകൊണ്ട് അടക്കാൻ പറ്റുമോ നോക്കിയതാണ്. അടക്കാൻ പറ്റുമോ നോക്ക്. ഈ വസ്തു സംബന്ധമായി പോലീസ് സ്റ്റേഷനിൽ കേസ് വല്ലതും ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി വേണമെങ്കിൽ ഉണ്ടാവും ചിലപ്പോ. അത് ഇങ്ങനെ നടന്നിട്ടേ അത് നോക്കി നോക്ക്. അതിന്റെ തെറ്റുണ്ടാ നോക്കി നോക്ക്. ഈ ഓട്ടയൊന്നും സത്യശീലൻ സാറിനെ കാണിക്കണ്ട കേട്ടോ. ഇല്ല ഇപ്പൊ കണ്ടില്ലും കൊടുക്കണ്ടൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ എന്നാ ഞങ്ങള് ശരി അപ്പുറത്തേ സാറേ വന്നോ? അത് കൊടുക്കുവാടാ, അത് കൊടുക്ക്. കൊറേ നടന്ന് ഇതാകെ പ്രശ്നങ്ങളാണ്. എന്ത് പ്രശ്നം? ഇത് കുട്ടിക്ക് കുട്ടിയുടെ അച്ഛൻ തന്നതാണോ? അതെ. അച്ഛന് മുത്തച്ഛൻ കൊടുത്തതായിരിക്കും. അതെ, പാരമ്പര്യ സ്വത്തായിട്ടാണല്ലോ. പക്ഷെ ഭയങ്കര കുരുക്കുകൾ കാണുന്നുണ്ട് ഇതില്. എന്ത് കുരുക്ക് സാറായില്ല? എന്ത് കുരുക്കുണ്ടാവണം? അതിന്റെ ആ വസ്തുവിൽ ഒരു മുരുക്കുണ്ട്, മുള്ളു മുരുക്ക്. വേറെന്ത് കുരുക്കായി? ഞാൻ ഈ പ്രമാണത്തിന്റെ കാര്യമാണ് കുട്ടിയോട് സംസാരിക്കുന്നത്. അതെ സാറേ, സാറായിട്ട് കുരുക്കൊന്നും ഉണ്ടാക്കരുത്. ഇത് വിറ്റ് കിട്ടണ പൈസക്ക് വേണം മോക്ക് സ്വർണം എടുക്കാൻ. കല്യാണം വിളിയൊക്കെ തുടങ്ങി. അതെ. അപ്പോ കല്യാണം ആകുന്നതിന് മുമ്പ് ഇതിലെ കുരുക്കഴിക്കണം. കുരുക്കോ കഴിക്കാം. എന്താ സാറേ കുരുക്ക് അയക്കാനുള്ള താക്കോല്? അവിടെ വെച്ചോളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് നോക്കൂ. എനിക്കിതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കണം. ഇനിയും പരിശോധിക്കണോ? വായോ. പരിശോധിക്കട്ടെ.
1,30,000 വസ്തു വിറ്റിട്ട് സബ് രജിസ്ട്രാർക്ക് 500 രൂപ. നിനക്ക് സ്വർണവും തങ്കമൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. അങ്ങോട്ട് വാ. വാ വാ. പരിശോധിച്ച് കഴിഞ്ഞാ ഇരിക്കെ. അതെ, ഇതിപ്പോ ഇവിടെ ചെയ്തു തരാൻ പറ്റില്ല. ഇത് ലിങ്ക് ആവുന്നില്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുരുക്കെന്ന് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവിടെ ഓൺലൈൻ സമ്പ്രദായം നടപ്പാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അക്ഷയയിലേക്ക് ചെല്ലൂ. സാറേ എന്റെ മോളുടെ കല്യാണം മുടങ്ങും. അയ്യോ, ഞാനായിട്ട് മുടക്കില്ല. എനിക്ക് ആ പണിയില്ല. ദയവ് ചെയ്ത് ചെന്നാട്ടെ. നിങ്ങൾ അക്ഷയയിലേക്ക് ചെല്ലൂ. അക്ഷയയിലേക്ക് കല്യാണം അണിച്ചപ്പോ എന്തിനാ അപ്പൊ അത് ഇവിടെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ ചോദിക്കാതെ ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടാണ് കാര്യം. ഞാൻ വിളിക്കാം, വൈകുന്നേരം വിളിക്കാം. ശരി. അങ്ങേർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കാം. ശരി. ഓരോരുത്തന്മാരും കാണിക്കണം വേലകൾ. അത്യശീല സാർ തിരക്കിലാണോ? തിരക്കപ്പോ തീരും. പോയി തിരക്കണം. സാറേ, എവിടുന്നെങ്ങാണ്ട് ഒരു ഓൺലൈൻ പദ്ധതി വന്നു എന്ന് കേട്ട് നെകളിക്കരുത്, അഹങ്കരിക്കരുത്. ഞങ്ങളെപ്പോലുള്ള ഒരു നീട്ടി വലിച്ച് എഴുതുന്നതുകൊണ്ടാണ് നിങ്ങൾ വലിയ നീളവും വീതിയുള്ള കാറിൽ ഇരുന്നിങ്ങ് വരണത്. മാസം തോറും കയ്യിൽ കിട്ടുന്ന വാങ്ങിച്ചോണ്ടിരുന്നാലേ കാറ് എഴുന്നേലെ കെട്ടിടമൊന്നും കാണൂലായിരുന്നു. ഒന്നും മറക്കരുത് സാറേ. അറക്കുന്നതിന് മുമ്പ് പിടയ്ക്കാൻ തുടങ്ങിയില്ല സാറേ? നമ്മളും പിടക്കേണ്ടി വരും. നമ്മക്കതിന് പ്രമാണം മാത്രാണോ? പിന്നെയും കിടക്കല്ലേ. ഒരെണ്ണം അടഞ്ഞ 9 എണ്ണം തുറക്കും. സാറേ, സാർ ഈ കസേരയിൽ വരുന്നതിന് മുമ്പ് ആധാരം എഴുത്ത് പണി തുടങ്ങിയതാ ഞാൻ. അതെയോ? എന്നിട്ട് സാറിന് അറിയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പണ്ട് രാജാക്കന്മാര് ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ നാട്ടുപ്രമാണിമാര് തുടങ്ങിയ പണിയാണ് ആധാരം എഴുത്ത്. ഇതിന്റെ ലൈസൻസ് ഏർപ്പെടുത്തി തുടങ്ങിയപ്പോഴാണ് എന്നെ പോലുള്ള സാധാരണക്കാര് ഈ പണിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്നതും എന്നെ പോലുള്ള ആൾക്കാരാണ്. ഇയാളോട് വരുമാനം ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല സാർ, എന്താണ് ഞാൻ എഴുതി കൊടുത്ത ആധാരം രജിസ്റ്റർ ചെയ്യാത്തത്? താൻ എഴുതി കൊടുത്ത് താനെന്നല്ല, വേറെ ആരെഴുതി കൊടുത്താലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. തനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചട്ടങ്ങൾ അറിയാമോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. രജിസ്ട്രേഷൻ വകുപ്പിലെ പിന്തുടർച്ച ആക്ട് 1925, ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908, കേരള രജിസ്ട്രേഷൻ റൂൾ 1958, ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899, കേരള സ്റ്റാമ്പ് ആക്ട് 1959. ഇതൊക്കെ സായിപ്പിന്റെ കാലം മുതലേ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. കണ്ട മുറുക്കാൻ കടയിലും പെട്ടിക്കടയിലും ഓൺലൈൻ സംവിധാനം നടപ്പാക്കുമ്പോ ഞങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പുകാരെന്താ മോശക്കാരോ? സാറേ, എന്നെ പോലുള്ള 50,000-ഓളം പേരാണ് പേനയിൽ മഷി നിറച്ച് വന്നിരുന്ന് എഴുതി അരി മേടിക്കണത്. അവരെ നെഞ്ചത്തെ തന്നെ കമ്പ്യൂട്ടർ കൊണ്ട് വയ്ക്കരുത്. നിങ്ങൾ എന്താണ് എഴുതുന്നത്? മേപ്പടി, അന്യാധീനം, വെച്ചാശ്രയം, വെച്ചനുഭവിച്ച്, മൂന്നാം കക്ഷി, ദഹനം, സർവ്വസ്വാതന്ത്ര്യം, ഇതൊന്നും ഇനി നടപ്പാവില്ല. എല്ലാം കമ്പ്യൂട്ടർ വഴി ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം. നിങ്ങൾ കുറെ ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ട് 21 കാര്യങ്ങൾ ഉരുട്ടി കമ്പ്യൂട്ടർ കയറ്റിയല്ല റവന്യൂ വകുപ്പ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ ഈ ഡിസ്ട്രിക്ട് സംവിധാനം വെള്ളത്തിലായ അത് ശാസ്ത്രത്തിന്റെ കുഴപ്പം. ശാസ്ത്രത്തിന്റെ കുഴപ്പം. മെഷീനാകുമ്പോ ചിലപ്പോ കേടാവും, ചിലപ്പോ നിന്നും വരും. ഇപ്പോ നിങ്ങളുടെ കൈവിരല് മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പേന പിടിക്കാൻ ഒക്കുവോ? ഇല്ല. നിങ്ങളുടെ കൈ തളർന്നു പോയി, ശേഷിയില്ല, നിങ്ങൾക്ക് പേന കൊണ്ട് എഴുതാൻ ഒക്കുവോ? ഒക്കണ്ട. സാറിന്റെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഭഗവാൻ സഹായിച്ച് എന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കമ്പ്യൂട്ടറും പ്രിന്ററും കേടായിട്ട് ഇപ്പൊ എത്ര നാളായി? അതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? എടോ, അതൊക്കെ ഞാൻ മോളിൽ അറിയിച്ചിട്ടുണ്ട്. സാറ് മേളിൽ അറിയിച്ചാലും താഴെ അറിയിച്ചാലും ഞങ്ങൾക്ക് മേളിലും താഴെ അറിയിക്കാൻ ആരുമില്ലേ? ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വസ്തു വിറ്റവരാണ് പ്രമാണമായിട്ട് ഇവിടെ വന്നത്. സാറിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടു. നീ ഒന്ന് ശാന്തനാവില്ലോ ലളിത, ഇങ്ങനെ ബഹളം വെച്ചാലോ? സുഗത, ഒരു ചായ കുടിക്കാം. സാറേ, ഈ ലോലിതനൊരു ചായ വാങ്ങി കൊടുക്ക. എനിക്ക് കാപ്പി മതി. മതി. കടിക്ക് എന്തേലും വേണം? എന്തേലും മതി. സാർക്ക് ചായ പറയാം.